പ്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സുവിശേഷ യോഗത്തിൽ ദൈവവചനം സംസാരിപ്പാൻ ദൈവം തമ്പുരാൻ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ചതിൽ ഇതിൻ്റെ ചുമതലക്കാരോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിക്കുകയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ ആരംഭത്തിലേക്ക് നാം യാത്ര ചെയ്യുക. മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതുശക്തി ആർജിക്കുവാൻ, രൂപാന്തരത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുവാനുള്ള പരിശ്രമത്തിൻ്റെ നന്ദിയിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിപ്പോയിട്ടുള്ള പുരോഹിതന്മാരെ ഓർത്തു, വരുന്ന ആഴ്ചയിൽ വാങ്ങിപ്പോയിട്ടുള്ള സകലരെ ഓർത്ത് നോമ്പിൻ്റെ ഒരു വലിയ യാത്ര നാം ആരംഭിക്കുകയാണ്, അതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ ശുശ്രൂഷ അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. നാം കേട്ട് ആ ജീവൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ തക്ക വിധം ഇടയാവണം എന്ന് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ കേട്ട ദൈവവചനത്തിൽ നിന്ന് എത്രമാത്രം നമുക്ക് അതിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുവാൻ ഹൃദയപൂർവ്വം മനസ്സുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആമുഖവാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും, പ്രത്യേകിച്ച് അഭിമന്യ തിരുമേനിയുടെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരുടെയും കടന്നു വന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സന്ധ്യയിലെ ധ്യാനത്തിന് ആഗ്രഹിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ വണങ്ങാം. ബാറക്കുമോർ. കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യ ശാന്തമായി നിന്റെ പാദപീഠത്തെങ്കിൽ ഇരിപ്പാൻ ബലഹീനരും പാപികളുമായ ഇടയങ്ങളെ ക്ഷണിച്ച് കൂട്ടിവരുത്തിയതോർത്ത് ഞങ്ങൾ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നാഥ, തിരുവചന കേൾവിക്കായി ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ പരിശുദ്ധാത്മാവിനാൽ തിരുവചനത്തെ ഇന്ന് വിഭാഗിക്കണമേ. നിന്റെ ആലോചനകളാൽ അടിയങ്ങളെ ധന്യരാക്കണമേ. തമ്പുരാനെ, പോകേണ്ടുന്ന വഴി ഉപദേശിക്കുമെന്നും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും തിരുവചനത്തിലൂടെ അടിയങ്ങൾ മനസ്സിലാക്കുന്നു. ആ ദിവ്യമായ ആലോചന കടന്നു വന്നിരിക്കുന്ന വാർദ്ധക്യങ്ങളും യൗവനങ്ങളും പൈതങ്ങളുമായി പ്രായഭേദമില്ല നിന്റെ കുഞ്ഞുങ്ങളേവർക്കും അനുഭവവേദ്യമായി തീരണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിൽ നിനക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാകണമേ. ഇതിലല്പം കൊണ്ടോ അധികം കൊണ്ടോ സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷ തിരുനാമ മഹത്വത്തിനാകണമേ. ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അതിനുശേഷം അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ മകനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുക. ദൈവം മോശയോട് സംസാരിക്കുന്നു, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. എനിക്ക് തോന്നുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് എത്രമാത്രം ദൈവത്തോടുള്ള സംസർഗം അവൻ ആസ്വദിച്ചുവോ ആ വലിയ ഒരു കൂട്ടായ്മയാണ്, ആ സംഭാഷണമാണ്, ആ ദിവ്യമായ അനുഭവമാണ് ഈ സമയത്ത് മോശ അനുഭവിക്കുന്നത്.
അതല്ല എൻ്റെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സമാഗമന കൂടാരമാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവതരിപ്പിക്കപ്പെടുക. നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ദേവാലയങ്ങളുടെയും ആദ്യ രൂപം സമാഗമന കൂടാരമാണ്. ശലോമോൻ പണിത യെരൂശലേം ദേവാലയവും സമാഗമന കൂടാരത്തിൻ്റെ ഒരു മൂവിങ് ആൾട്ടർ എന്നുള്ള നിലയിൽ നിന്ന് അതിൻ്റെ സ്ഥായിയായ സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്ന അതിൻ്റെ പൂർണ്ണകായ രൂപമാണ് ശലോമോന്റെ ദേവാലയത്തിലൂടെ, യെരൂശലേം ദേവാലയത്തിലൂടെ സ്ഥാപിതമായിരുന്നത്. സമാഗമന കൂടാരം പണി കഴിഞ്ഞ് അത് നാട്ടപ്പെടുന്നത് പാളയത്തിന് പുറത്താണ്. പാളയം എന്ന് പറയുന്നത് ജനം വസിക്കുന്ന സ്ഥലമാണ്. ജനം വസിക്കുന്നിടത്ത് നിന്ന് അല്പം മാറി സമാഗമന കൂടാരം സ്ഥാപിച്ചു. മോശ ജനത്തിന്റെ ഇടയിൽ നിന്ന് സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലും. അവിടെ വെച്ചാണ് ദൈവവുമായിട്ട് സംഭാഷിക്കുക. അത് പ്രത്യേകം വേർതിരിക്കപ്പെട്ടതാണ്. യഹോവ ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്. സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഈ ഭൗമമണ്ഡലത്തിൽ ആ ജനം ആസ്വദിച്ചത് സമാഗമന കൂടാരത്തിലാണ്. അവർ തിരിച്ചറിഞ്ഞത് സമാഗമന കൂടാരത്തിലൂടെയാണ്. മോശ അവിടേക്ക് പ്രവേശിക്കുന്നു, യഹോവയുമായി സംസാരിക്കുന്നു. യഹോവയോടുള്ള സംഭാഷണത്തിന് ശേഷം മോശ മടങ്ങി വന്നിട്ട്, പാളയത്തിലേക്ക് മടങ്ങി വന്നിട്ട് ജനത്തോട് യഹോവ എന്താണ് പറഞ്ഞത് എന്ന് പ്രസ്താവിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തോട് സംസാരിക്കുന്നതിൻ്റെ ആ മനോഹരത്വമാണ് സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ മോശ പാളയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ, ഒരു ബാല്യക്കാരൻ, മോശയുടെ ശുശ്രൂഷകനായ യോശുവ, നൂന്റെ മകനായ യോശുവ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു എന്നാണ്. ശുശ്രൂഷകരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അച്ഛൻ വരുന്നതിന് മുമ്പ് പള്ളി വരണം ശുശ്രൂഷകൻ. അച്ഛൻ പോയി കഴിഞ്ഞേ അവർക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. അവർ ചെയ്യുന്ന മഹത്തായ കർമ്മത്തിന് അനുസരിച്ചുള്ള യാതൊരു പരിഗണനയും കിട്ടാതെ ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായി ശുശ്രൂഷിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്നും ശുശ്രൂഷകർ. എന്നാൽ അങ്ങനെ പള്ളിയിൽ എന്തെങ്കിലും പണി അവസാനിക്കാനുണ്ട് അല്ലെങ്കിൽ തീർക്കാനുണ്ട്, അതുകൂടെ തീർത്തിട്ട് പോകാം എന്ന നിലയിൽ അല്ല യോശുവ അവിടെ കാണപ്പെടുന്നത്. കൂടാരത്തെ വിട്ടുപിരിയാതിരിക്കുന്ന യോശുവ ശുശ്രൂഷ വേളയിൽ മാത്രമല്ല, ശുശ്രൂഷയ്ക്ക് ശേഷവും സമാഗമന കൂടാരത്തോട് ചേർന്ന് നിന്ന് ആ കൂടാരത്തിന്റെ സാന്നിധ്യത്തിൽ, ആ കൂടാരത്തിന്റെ മറവിൽ നിലകൊള്ളുവാൻ വാഞ്ചിക്കുന്ന, സ്വമേധയ അതിന് താല്പര്യപ്പെടുന്ന ഒരു ബാല്യക്കാരനെ, ഒരു കൊച്ചനെ നാം ഇവിടെ കാണുകയാണ്. സഹോദരങ്ങളെ, ദൈവത്തോട് അടുക്കുവാനുള്ള ആഗ്രഹം ദൈവം മനുഷ്യന്റെ മനസ്സിൽ വെച്ചു നീട്ടുന്ന ചില പ്രായങ്ങളുണ്ട്. നമ്മുടെ കൊച്ചുപിള്ളേര് പലപ്പോഴും വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ട് കടന്നു വരാറുണ്ട്. ഞാനത് നിരുത്സാഹപ്പെടുത്തി സംസാരിക്കുകയല്ല. പലപ്പോഴും വരുന്ന ആ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അത് ദൈവികമാണോ ജെനുവിനാണോ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കത്തില്ല. കുറേ നാൾ മുമ്പ് എൻ്റെ അടുത്ത് കുറച്ച് പിള്ളേർ നമുക്കൊന്ന് വിശുദ്ധ മദ്ബഹായിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. 16 പേരാണ് വന്നത്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൻ്റെ മദ്ബഹ അത്രയും കൂടെ ആളുകളെ ഉൾക്കൊള്ളാൻ വലിപ്പം ഉള്ളതുകൊണ്ട് വലിപ്പത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഇല്ലെങ്കിലും ഇവർ ഒരുമിച്ച് വന്നപ്പോൾ ഞാനൊരല്പം സമയം ഇവർക്ക് കൊടുത്തു. കുറേ നിബന്ധനകൾ വെച്ചു. ശനിയാഴ്ച 1 മണിക്കൂർ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ട്, നമസ്കാരത്തിന് നിശ്ചയമായിട്ട് ഉണ്ടാകണം, ഞായറാഴ്ച നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് വരണം. ഞാൻ ഈ ട്രെയിനിങ് കാലയളവൊക്കെ പറഞ്ഞതിൻ്റെ പരിധിയില്ലാതെ മുമ്പോട്ട് നീട്ടി. 1.5 വർഷമാണ് ഈ ട്രെയിനിങ് മുന്നോട്ട് പോയത്. വാസ്തവം പറഞ്ഞാൽ ഇതിൽ നിന്ന് ആരെങ്കിലും പൊഴിഞ്ഞു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനത് നീട്ടിയത്. സഹോദരങ്ങളെ, 16 പേരും അണുവിട വ്യതിചലിക്കാതെ 1.5 വർഷം ഞാൻ എന്തൊക്കെ പറഞ്ഞോ അതിന് വരവണ വ്യത്യാസമില്ലാതെ അവരനുസരിച്ചു. അങ്ങനെ അവസാനം നിൽക്കക്കള്ളിയില്ലാതെ 16 പേരെയും ഞാൻ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറ്റി. വലിയ ആവേശവും വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞില്ല, 3 പേരെ കാണാനില്ല. പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷത്തിനിടയ്ക്ക് 4-5 പേരുണ്ട്. 16 എണ്ണത്തിനെ കയറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവികമാണോ എന്നറിയാൻ കുറച്ച് സമയം കൊടുത്താൽ മതി. എന്നിട്ടും എനിക്ക് മനസ്സിലാക്കാൻ ഒത്തില്ല എന്നുള്ളതാണ് എൻ്റെ പരാജയം. ചില പ്രായത്തിൽ നമുക്കൊരാവേശം തോന്നും, ദൈവത്തോട് അടുക്കണമെന്ന്, ദൈവസന്നിധിയിലേക്ക് വരണമെന്ന്. അതുകൊണ്ട് അത് ജെനുവിനാകണമെന്നില്ല. ചിലപ്പോൾ വല്യപ്പച്ചന്മാരൊക്കെ കൊച്ചുമക്കളെ കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനെ വലിയ സന്തോഷത്തോടെ പറയും, അച്ഛോ
3.5 വയസ്സാണ് ഇപ്പോൾ പ്രായം. വൈകുന്നേരം 6 മണിയാകുമ്പോഴേ വിളക്ക് കത്തിച്ചു വെച്ച് പായെടുത്തിട്ടിട്ട് എല്ലാവരും പിടിച്ചുകൊണ്ടിരുത്തുകയാണ്. കൊച്ചുമകൻ 3.5 വയസ്സിലെ ആ ഒരു താല്പര്യം. പ്രിയപ്പെട്ടവരെ, 3.5 വയസ്സിൽ പായിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവൻ 7 വയസ്സാകുമ്പോൾ പായ കൊണ്ട് ഒളിച്ചു വെക്കുകയാണ്. കാരണം ഇവൻ പറയുന്നത് പായ ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് ഈ സാധനം മാറ്റിവെച്ചാൽ പ്രാർത്ഥന ഒഴിവായി കിട്ടുമെന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രായത്തിൽ ദൈവസന്നിധിയിൽ അടുക്കുവാൻ കിട്ടുന്ന ഒരു ആവേശം, അത് ദൈവികമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമാണ്. 3-ാം വയസ്സിലോ 5-ാം വയസ്സിലോ 12-ാം വയസ്സിലോ ഒക്കെ ദൈവത്തോട് അടുക്കുവാൻ വിശുദ്ധ മക്കഹായിലെ ശുശ്രൂഷയാകാം, ആത്മീക സംഘടനകളിൽ ഏതെങ്കിലുമുള്ള ഭാഗഭാഗിത്വമാകാം. അതൊരു പ്രവേശനമാണ്, ദൈവസന്നിധിയിലേക്കുള്ള ഒരു കടന്നുവരവാണ്. ഒരുപക്ഷെ പൗരോഹിത്യത്തിന്റെ അത്യുച്ച സ്ഥായി വരെ എത്തുന്നതിനുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാതെയാണ് അതിന്റെ ആരംഭം കുറിക്കുക. ചിലപ്പോൾ ഒരു പ്രാർത്ഥന യോഗത്തിന് അറിയാതെ പോയതാകാം, ചിലപ്പോൾ സൺഡേ സ്കൂളിൽ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടിരുത്തിയതാകാം, ചിലപ്പോൾ വിശുദ്ധ മദ്ബഹായിലേക്ക് മറ്റെന്തെങ്കിലും പ്രേരണ കൊണ്ട് കടന്നു വന്നതാകാം. അതാകും പൗരോഹിത്യ ശുശ്രൂഷയുടെ പരമകാഷ്ഠയിലേക്കുള്ള വളർച്ചയുടെ ആദ്യപടി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ദൈവികമായി ലഭിക്കുന്ന പ്രേരണകളെ, ദൈവികമായി ലഭിക്കുന്ന ആവേശത്തെ നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. 1-2 വർഷം കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്, തളർന്നു പോവുകയാണ്. ഇവിടെ ഒരു ശുശ്രൂഷകനെ നാം കാണുകയാണ്. മോശയുടെ ശുശ്രൂഷകൻ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന യോശുവ, അവിടെ ശുശ്രൂഷ ചെയ്യുന്നവന്റെ മനോഭാവമാണ് പറയുന്നത്. അവൻ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. തനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയല്ല യോശുവയുടെ ശുശ്രൂഷ. തന്റെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കുക എന്ന മനോഭാവവുമല്ല യോശുവയുടെ ശുശ്രൂഷയ്ക്ക് പിന്നിലുള്ളത്. തന്റെ അധികാരം സ്ഥാപിക്കുക, തന്റെ വ്യക്തിത്വം പ്രദർശന വിഷയമാക്കുക, ഇതുമല്ലായിരുന്നു യോശുവ സമാഗമന കൂടാരത്തോട് ചേർന്ന് നിന്നതിന്റെ പിന്നിലെ കാരണം. സഹോദരങ്ങളെ, ഉള്ളിൽ നിന്ന് സർവശക്തനായ ദൈവത്തോടുള്ള അവന്റെ താല്പര്യം, ആ ദൈവത്തോടുള്ള അവന്റെ ആദരവ്, കടപ്പാട്, ഇത് പ്രകടമാക്കുവാൻ യോശുവ കണ്ട ഏക മാർഗം ആ പ്രായത്തിൽ സമാഗമന കൂടാരത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ പലപ്പോഴും ചൊല്ലുന്ന വാചകങ്ങൾ നമുക്ക് ഹൃദ്യസ്ഥമാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, പറഞ്ഞു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. പള്ളിയിൽ പാർക്കുവാൻ, ദേവാലയത്തോട് ചേർന്ന് വസിക്കുവാൻ സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുക. പുതിയ നിയമത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്കറിയാം, പള്ളിയോട് ചേർന്ന് താമസിച്ച ചില ആളുകളെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല വാർദ്ധക്യത്തിലെത്തിയ ശീമോൻ, അവന്റെ താമസം പള്ളിയിലാണ്. അതുകൊണ്ട് അവൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം കണ്ടിട്ടാണ് യാത്രയായത്. വാർദ്ധക്യത്തിലെത്തിയ വിധവയായ ഹന്ന, അവളും താമസിക്കുന്നത് പള്ളിയിലാണ്. പള്ളിയിലെ ശുശ്രൂഷയിൽ വ്യാപൃതയാകുന്ന വൈധവ്യത്തിന്റെ വേദനകൾ ദൈവ സാന്നിധ്യത്തിൽ മറന്ന് അവഗണിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഹന്ന. ദേവാലയ ബന്ധം അവർക്കൊക്കെ വലിയൊരു സമാധാനമായിരുന്നു, അവർക്ക് വലിയ ആശ്വാസവും ആനന്ദവുമായിരുന്നു. അപ്പൊ സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന, ഇവിടെ തന്നെ കഴിയുവാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരിടത്ത് വേറെ ഒരു ഭാഗമായി സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ, നമ്മുടെയൊക്കെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ദൈവ സന്നിധിയിലേക്ക്, ദേവാലയത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാനും അതിൽ ഭാഗഭാക്കാകുവാനും ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം. സഹോദരങ്ങളെ, ഇവിടെ യോശുവ എന്ന മനുഷ്യൻ കൂടാരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. കൂടാര ബന്ധം യോശുവ എവിടെ വരെ എത്തിച്ചു എന്നതാണ് നമ്മുടെ വിഷയം. കൂടാര ബന്ധം അത് നിസ്വാർത്ഥമാകുമ്പോൾ, അത് ആത്മാർത്ഥതയുള്ളതാകുമ്പോൾ, അത് അനുഗ്രഹത്തിനും ഈ ലോകപ്രകാരമുള്ള അഭിവൃദ്ധിക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷത്തിനും കാരണമായി തീരും. കൂടാരത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടാരത്തെ സമീപിക്കുന്ന മനോഭാവമാണ് അനുഗ്രഹമോ ശാപമോ നിശ്ചയിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, പള്ളിയിൽ നിന്ന് വിട്ടുമാറാത്ത ചില ആളുകളെ നോക്കിയിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാ ഭവനമെന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പള്ളിയുടെ ചുമതലക്കാരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പള്ളിയുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ വളരെ ഗൗരവത്തോടെ, വലിയ കുറ്റബോധത്തോടെ ഓർക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളോ അതിനെ. ബാക്കി നമുക്ക് പൂരിപ്പിക്കാം, യേശു പറഞ്ഞ വാക്ക് തന്നെ വേണമെന്നില്ല. അപ്പോ പള്ളിയിൽ ചെല്ലുന്ന ആളുകളുടെ മനോഭാവം
ദേവാലയത്തെ മറ്റു തരത്തിലേക്ക് മാറ്റുകയാണ്. അത് മാത്രമല്ല, അത് അവരുടെ ദോഷത്തിനും അവരുടെ ശാപത്തിനും കാരണമായി തീരുകയാണ്. ഒരേ ഉറവിൽ നിന്ന് രണ്ട് തരത്തിലുള്ള പാനീയം, ഒന്ന് അനുഗ്രഹത്തിന്റെ നീരുറവ, രണ്ട് കയ്പിന്റെ വേദനയുടെ ശാപത്തിന്റെ പാനീയം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഞാനും നിങ്ങളും എപ്പോഴും ഓർക്കേണ്ടതാണ്, രണ്ട് സാധ്യതകളെ ദൈവസന്നിധിയിലുള്ളൂ. ഒന്ന് അനുഗ്രഹത്തിൻ്റെത്, മറ്റൊന്ന് ശാപത്തിൻ്റെത്. വേദപുസ്തകം പറയുന്നു, ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോശുവയ്ക്ക് കിട്ടിയ ഈ കൂടാര ശുശ്രൂഷയിലൂടെ കിട്ടിയ നേട്ടങ്ങൾ എന്താണ്? ദേവാലയം നമ്മളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക്, ദൈവബന്ധത്തിന്, ആത്മീക വർധനവിന്, ഈ ലോകപ്രകാരമുള്ള തിന്മകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള സങ്കേത സ്ഥാനമായി പള്ളിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തായിത്തീരുവാൻ നമുക്ക് കഴിയും എന്തുകൂടെ ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യോശുവ കൂടാരത്തോട് ചേർന്ന് നിൽക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇതിൽ നിന്ന് യോശുവയ്ക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ ജനം കനാനിലേക്കുള്ള യാത്രയിലാണ്. കനാൻ യാത്ര ആരംഭിക്കുമ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, നീ ഇസ്രായേലിൽ നിന്ന് 12 പേരെ, ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ വീതം 12 പേരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അയക്കണം. എന്താണ് ആ ദേശത്തിന്റെ പ്രത്യേകത? അവിടുത്തെ ആളുകൾ എങ്ങനെയുള്ളതാണ്, തന്ത്രപ്രധാനമായ മേഖലകൾ എന്തൊക്കെയാണ് എന്ന് ഒരു രഹസ്യാന്വേഷണ വിഭാഗം പോലെ ചെന്ന് ആരാഞ്ഞറിയുവാൻ വേണ്ടി 12 പേരെ നീ തിരഞ്ഞെടുക്കണം. 2-ാം വാക്യത്തിൽ പറയാണ്, സംഖ്യ 13:2, അവർ പ്രഭുക്കന്മാരായിരിക്കണം. ഇസ്രായേലിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുക്കണം, ഗോത്രത്തിൽ നിന്ന് ഒരാൾ വീതം. അവർ പ്രഭുക്കന്മാരായിരിക്കണം. സാധാരണ നിലവാരമുള്ള ആളുകളെ അല്ല ഈ വലിയ ദൗത്യം. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദൗത്യം, ഇസ്രായേലിന്റെ യാത്രയെ, അതിന്റെ ചരിത്രഗതിയെ ഏറെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനം, ഒരു കണ്ടെത്തലിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആഭിജാത്യമുള്ളവരായിരിക്കണം, പ്രഭുഗണത്തിൽപ്പെടുന്നവരായിരിക്കണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ എഫ്രൈം ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടയാള് നൂന്റെ മകനായ ഹോശയ എന്നയാളാണ്. നൂന്റെ മകൻ ഹോശയ. 8-ാം വാക്യം. 16-ാം വാക്യത്തിൽ 13:8 ഞാനിപ്പോ പറഞ്ഞത്. 13:16 എഴുതിയിരിക്കുന്നു, നൂന്റെ മകനായ ഹോശയായിക്ക് മോശ യോശുവ എന്ന പേരിട്ടു. അപ്പോ ഈ ആളിന്റെ ആദ്യത്തെ പേര് ഹോശയ എന്നാണ്. ഈ പേര് മാറ്റിയത് മോശയാണ്. മാതാപിതാക്കൾ ഇട്ട പേര് ഹോശയ എന്നാണെങ്കിലും മോശ അതിന് ഒരു രൂപഭാവം വരുത്തി. ഏതാണ്ട് എബ്രായ അക്ഷര ഗതി നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് ആ പേര് വരുന്നത്. എന്നാൽ മോശ ആ പേര് മാറ്റുകയാണ്, യോശുവ എന്ന പേര് കൊടുത്തു. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത, മോശയ്ക്ക് എന്തൊരു സ്വാധീനമാണ് യോശുവയുടെ മേൽ. ഒരു പേരിടാൻ മാത്രം. പേരിടുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേരിടും, വേറെ ആർക്കും അതിനുള്ള അവകാശമില്ല. വേദപുസ്തകം നോക്കുമ്പോൾ എല്ലാവർക്കും പേരിടുമ്പോൾ ഒരാൾക്ക് മാത്രം പേർ വിളിച്ചോടാൻ പറഞ്ഞ് വേദപുസ്തകം ഒരു അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. യേശുവിന്റെ കാര്യത്തിൽ മാത്രം പേരിടാൻ സ്വാതന്ത്ര്യമില്ല. പേർ വിളിച്ചു, അവന് യേശു എന്ന പേർ വിളിക്കണം. അത് സ്വർഗസ്ഥ പിതാവിന്റെ ഉടമസ്ഥതയിലും അധീനതയിലും എന്ന നിലയിലായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് തോന്നിപ്പോവുകയാണ്. യോശുവ ഹോശയായി എന്ന പേര് യോശുവ എന്ന രൂപമാറ്റം സംഭവിച്ചു. അത് വരുത്തിയത് മോശയാണ്. എനിക്ക് പറയാനുള്ളത്, കൂടാര ബന്ധിതമായ ജീവിതം നയിച്ച യോശുവയുടെ അടുത്ത പടി എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ പ്രഭുഗണത്തിലേക്ക് യോശുവ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന മഹനീയ പരമാവധി സ്ഥാനമാണ് പ്രഭുത്വത്തിന്റെ സ്ഥാനം. ഈ ലോകപ്രകാരം അവന് കിട്ടാവുന്ന വലിയൊരു അംഗീകാരം, വലിയ ആദരവ്, വലിയ പുരോഗതി തമ്പുരാൻ യോശുവയ്ക്ക് കൊടുത്തു. നിസ്വാർത്ഥമായ കൂടാര ശുശ്രൂഷ അവനെ പ്രഭുഗണത്തിലാണ് നിലനിൽക്കുന്നതായിട്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ ഈ ലോകത്തിലെ അനുഗ്രഹം, ഈ ലോകത്തിലെ നിലനിൽപ്പ്, ഈ ലോകത്തിലെ പുരോഗതിയാണ്. ഓരോ വിഷയങ്ങളുമായി നാം ദൈവസന്നിധി വരും. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ പരിഗണിച്ച നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു യാചകന്റെ റോളിലാണ് നമ്മൾ ദൈവസന്നിധി നിൽക്കുന്നത്.
നമ്മുടെയൊക്കെ വീട്ടിൽ ഭിക്ഷക്കാര് ഭിക്ഷാടനത്തിന് വരും. അവർ വന്ന് വിളിക്കും, നമ്മൾ കതക് തുറന്നു നോക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെയോ അവർ യോഗ്യരോ അയോഗ്യരോ എന്നുള്ളതിനെയോ ഒക്കെ ആശ്രയിച്ച് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. യാതൊരു ബന്ധവും നമ്മളും അവരും തമ്മിലില്ല. തികച്ചും നമ്മുടെ ഔദാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, കൊടുത്താ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. ഇത് ഒരു ബന്ധമില്ലാത്ത ഒരു ഇടപാടാണ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഈ ഒരു യാചകന്റെ റോളിലാണ്. എന്താ? ഒരു ബന്ധവും ഇല്ലാത്ത ഒരു റോളിൽ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാ. എന്ന സഹോദരങ്ങളെ, ഇതൊരു യാചകന്റെ റോളല്ല, മറിച്ച് ഇതൊരു പിതൃപുത്ര ബന്ധത്തിന്റെ റോളാണ്. പിതാവും മക്കളും എന്നുള്ള തരത്തിലാണ് സ്വർഗസ്ഥനായ പിതാവിനെയും ആരാധിക്കുന്ന മനുഷ്യരെയും തമ്മിൽ വേദപുസ്തകം പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, നമുക്ക് മുട്ടിൽ നിന്ന് ഉള്ള ആരാധനയില്ല. മുട്ടിന്മേൽ നിന്ന് കുമ്പിടാറുണ്ടെങ്കിലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന പരസ്യ ആരാധനയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിൽ സാധാരണമായിട്ട് ചില പ്രത്യേക ശുശ്രൂഷകളുടെ സമാപ്തിയിൽ, ബന്ധുക്കോസ്തിയുടെ ശുശ്രൂഷയുടെ സമാപ്തിയിൽ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും സാധാരണ മുട്ടിന്മേൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മൾ നടത്താറില്ല. എന്താ കാരണം? പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം പരിഗണിക്കുമ്പോൾ അടിമ ഉടമയുടെ മുമ്പിൽ നിൽക്കുന്ന ഭാവമാണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഒരു യാചകനെ പോലെ. സങ്കീർത്തനക്കാരൻ പാടി, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. അവിടെ ദാസന്റെ റോളാണ്, യാചകന്റെ റോളാണ് പ്രാർത്ഥിക്കുന്നവനുള്ളത്, അടിമയ്ക്കുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നാം സർവ തന്ത്ര സ്വതന്ത്രരായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് കൃപ ലഭിപ്പാനും തത്സമയത്ത് ദൈവത്തിന്റെ കരുണ പ്രാപിപ്പാനും നാം കൃപാസനത്തോട് അടുത്തു വരിക എന്നാണ്. ആ വാക്യം വായിച്ചിട്ട് പള്ളിയിൽ പോകാൻ. കാരണം എല്ലാവരും പുറയിലാണ്. എത്ര കയറി നിൽക്കാൻ പറഞ്ഞാലും കയറി നിൽക്കാറില്ല. ധൈര്യത്തോടെ കൃപാസനത്തോടെ ചെല്ലാവുന്നിടത്തോളം പരമാവധി ചേർന്ന് നിന്ന് മുഖാമുഖം ആരാധിക്കുന്ന ഒരു അനുഭവമാണ് പുതിയ നിയമാരാധന. പിതൃപുത്ര ബന്ധമാണ് ഇവിടെ. സഹോദരങ്ങളെ, ഇവിടെ ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടി നാം ദൈവസന്നിധി യാചിക്കുമ്പോൾ യോശുവ നമ്മെ പഠിപ്പിക്കുന്നത്, ഇതിനു വേണ്ടി നീ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. നിന്റെ കൂടാര ബന്ധം നിസ്വാർത്ഥമാണെങ്കിൽ, നിന്റെ കൂടാര ശുശ്രൂഷ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു ഒഴുക്കാണ് ഭൗതികമായ അനുഗ്രഹം. അല്ലാതെ ഇന്ന് നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് കിട്ടി, നാളെ അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതും കിട്ടി എന്ന് പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നത് കിട്ടുന്ന ഒരു ശൈലിയല്ല. മറിച്ച് അനുഗ്രഹങ്ങൾ ഒരു ഒഴുക്കുപോലെ നമ്മിലേക്ക് എത്തുകയാണ്. കൂടാര ശുശ്രൂഷ എന്ന് ഞാൻ പറയുമ്പോൾ ദേവാലയ ബന്ധം, ആരാധനയിലുള്ള ബന്ധം, നോമ്പ്, പ്രാർത്ഥന തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളിലുള്ള ബന്ധം, ദൈവം എന്തൊക്കെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ദൈവബന്ധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ വിപുലമായ ഒരു ഭാവമാണ് കൂടാര ബന്ധം. അല്ല ദേവാലയത്തിലെ നമ്മുടെ റോള് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് നിരന്തരമായ ഒരു ഒഴുക്കാൻ നമ്മൾ എന്താ വിശുദ്ധ കുർബാനയെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ നിന്റെ സകല അനുഗ്രഹവും സകല നന്മകളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അച്ഛന്മാർ ചൊല്ലുന്നതാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ആമീൻ പറയുന്നത്. പലപ്പോഴും ഈ കൂലിക്ക് ആമീൻ പറയുന്നത് പോലെയാണ് പലരുടെ ഒരു നിപ്പ. നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുന്നവരാകണമേ. അപ്പോ ഒരു ഒഴുക്കാണ് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക്. അനുഗ്രഹം ഒരു നീരൊഴുക്ക് പോലെയാണ്. അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം തരുന്നതല്ല, നമ്മിൽ വന്ന് വസിച്ച് നിറഞ്ഞ് ഒഴുകുകയാണ്. അത് ആ പ്രാർത്ഥന ചൊല്ലിയപ്പോ തോന്നിയ ഒരു സംശയമാണ്, ഈ കവിഞ്ഞൊഴുകുന്നതിന്റെ അവകാശി ആരാണ്? എന്നിൽ വന്ന് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിന്റെ അവകാശി ആരാണ്? ഒരിക്കലൊരു സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പറഞ്ഞു, വളരെ ഖേദത്തോടെ വളരെ നിലവിളിയോടെ അവൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഭൂതബാധിത രോഗമാണ്, സൗഖ്യം തരണം. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ആ വരവും ആ പറച്ചിലും കൂടെ കേട്ടാൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം മുഴുവൻ പോകും. അങ്ങനെയാണ് യേശുവിന്റെ ചില സമയത്തെ ഒരു ഭാവം. അവൻ പറയുന്നതോ അവന്റെ മനോഭാവങ്ങളോ നമുക്ക് പിടികിട്ടുന്നില്ല. അല്ലെങ്കിലും അതാണ് ദൈവം. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടാത്ത ഒരു രൂപമാണ് ദൈവത്തിന്റെ. ഈ പെണ്ണ് മറുപടി തമ്പുരാൻ തോറ്റുപോയി.
തമ്പുരാൻ തോറ്റെന്നൊക്കെ ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കാവുള്ളൂ. അവൾ തിരിച്ച് യേശുവിനോട് പറഞ്ഞു, മേശയെന്ന് വീഴുന്ന കുറെ സാധനമുണ്ട്, അതിന്റെ അവകാശി ആരാ? ഞങ്ങളാണ്. മേശയിൽ നിന്ന് വീഴുന്നതിന്റെ അവകാശികൾ ഞങ്ങളാണ്. അതൊരു ഔദാര്യമല്ല. മേശയെന്ന് വീഴുന്നത് ഒരു ഔദാര്യമല്ല, അത് അവകാശമാണ് ഞങ്ങളുടേത്. നമ്മൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറയും, മോനെ സൂക്ഷിച്ച് കഴിക്കണം, ഒന്നും താഴെ കളയരുത്. ഈ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഉറുമ്പ് ജീവിക്കുന്നത്. താഴെയുള്ള കുറെ ജീവജാലങ്ങൾ കഴിഞ്ഞുകൂടുന്നത് നമ്മുടെ പിള്ളേരെന്നല്ല, നമ്മളൊക്കെ പിള്ളേരായിരുന്നപ്പോ ശീലിച്ച അല്ലെങ്കിൽ കാട്ടിയ ചില ശീലങ്ങളിൽ നിന്നാണ് അവറ്റകളൊക്കെ ജീവിച്ചത്. എനിക്കിതേ പറയാനുള്ളൂ, മേശയിൽ നിന്ന് വീഴുന്നത് ഒരു ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. കവിഞ്ഞൊഴുകുന്നത് ഒരു ഔദാര്യമല്ല, അത് എവിടേക്ക് ചെല്ലുന്നോ അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരത് റിസീവ് ചെയ്യാനുള്ള യോഗ്യത അവർക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല, ഒരു കവിഞ്ഞൊഴുക്കാണ്. നമ്മളൊക്കെ പലപ്പോഴും കൊടുക്കുന്ന രീതിയും കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന രീതിയും കേട്ടാൽ തോന്നും ഒരു മഹത്തായ ഔദാര്യ സഭ ചെയ്യുന്നു, ഇടവക ചെയ്യുന്നു, ഭദ്രാസനം ചെയ്യുന്നു, വ്യക്തി ചെയ്യുന്നു എന്ന്. ഇതൊരു കവിഞ്ഞൊഴുക്കാണ്, എന്നിൽ വന്ന് നിറയുന്ന അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്. ഞാൻ സൂചിപ്പിച്ചത് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഭൗതിക അനുഗ്രഹങ്ങളുടെ നീരൊഴുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നിസ്വാർത്ഥമായ കൂടാര ബന്ധം മതി എന്ന് യോശുവ പഠിപ്പിക്കുക. ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടുക, ഈ ലോകപ്രകാരമുള്ള പുരോഗതിക്കും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ ആയിട്ട് നാം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു കൂടാര ബന്ധം സ്ഥാപിതമാക്കുക. വിട്ടുപിരിയാത്ത കൂടാര ബന്ധം, ആത്മാർത്ഥതയുള്ള ഒരു കൂടാര ബന്ധം. അത് തന്നെയാണ് വിശുദ്ധ മത്തായി 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് അവനെ തേടുന്ന, അവനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്ന, അവനോടുള്ള ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നവർക്ക് ദൈവം ഒരുക്കുന്ന വലിയ ഭാഗ്യം. യോശുവ ആ ഘട്ടത്തിലേക്കാണ് വരുന്നത്. അവൻ കൂടാര ബന്ധത്തിൽ നിന്ന് പ്രഭു ഗണത്തിലേക്ക് ഉയർന്നു. ഇത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ലോകപ്രകാരം അനുഗ്രഹിക്കപ്പെടുക, സമ്പത്തുണ്ടാകുക, സൗഭാഗ്യങ്ങൾ ഉണ്ടാകുക, സ്ഥാനങ്ങൾ ഉണ്ടാകുക, അംഗീകാരങ്ങൾ ഉണ്ടാകുക. കല്ലറ കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിലും അതിൽ നാം വളരെ ശ്രദ്ധാലുക്കളാണ്. നാം അതിൽ വളരെ വളരെ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. രണ്ടാമത്തെ യോശുവ കൂടാര ബന്ധത്തിൽ നിന്ന് ആർജിച്ച രണ്ടാമത്തെ പ്രത്യേകത അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംഖ്യാപുസ്തകം 13-ാം അധ്യായവും 14-ാം അധ്യായവും ചേർത്ത് വായിക്കുമ്പോഴാണ് യോശുവയിൽ പ്രകടമാകുന്ന ഒരു സവിശേഷത നമുക്ക് വ്യക്തമാവുക. 12 പേരെ കനാൻ ദേശം ഉറ്റുനോക്കാൻ അയച്ചു. 40 ദിവസം അവർ കനാൻ ദേശത്തിന്റെ ചുറ്റുപാടുകൾ പരിശോധിച്ച് മനസ്സിലാക്കി തിരിച്ച് മോശയുടെ അടുത്ത് വന്നു. അത് മറന്നു പോകരുത്. 40 ദിവസമാണ് അവർ ഉറ്റുനോക്കിയത്. തിരിച്ചു വന്നിട്ട് മോശയുടെ അടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. 2 പക്ഷത്തായിട്ടാണ് റിപ്പോർട്ട്. നമ്മൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒക്കെ വരുമ്പോൾ ഫുൾ ബെഞ്ചിൽ നിന്നാണെങ്കിൽ അതിൽ കുറെ പേര് അനുകൂലവും കുറച്ചു പേര് പ്രതികൂലവും ആണെങ്കിൽ ആ വിധി തീർപ്പിന് ഇങ്ങനെ ഭൂരിപക്ഷ വിധി, ന്യൂനപക്ഷ വിധി എന്ന് പറയുന്നത് പോലെ പോയ 12 പേരിൽ 10 പേര് വന്നിട്ട് മോശയോട് പറഞ്ഞ അഭിപ്രായം ഇതാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം കിരാതന്മാരുടെ ദേശമാണ്. അത് നരഭോജികളുടെ നാടാണ്. അവർ മനുഷ്യരെ തിന്നുന്നവരാണ്. അവർ യുദ്ധാഭ്യാസം തികഞ്ഞവരാണ്. പാവപ്പെട്ട നമുക്ക് മിസ്രൈമിലെ അടിമത്വത്തിൽ കഴിഞ്ഞ യാതൊരു യുദ്ധപരിചയവുമില്ലാത്ത ഏഴകളായി നമ്മൾ ആ പ്രദേശത്തേക്ക് പോയാൽ നമ്മളെ കൊന്നൊടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊള്ളയായി പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. സഹോദരങ്ങളെ, മിസ്രൈമിൽ നിന്ന് 10 ബാധകൾക്ക് ശേഷം അവരുടെ വലിയ നിലവിളിയെ തുടർന്ന് 10 ബാധകൾ മിസ്രൈമിൽ വരുത്തി ഇസ്രയേലിനെ വിടുവിച്ച് ചെങ്കടൽ കടത്തി ഫറവോനെ ചെങ്കടലിൽ മുക്കിക്കൊന്ന ഇസ്രയേലിനെ കൊണ്ട് മുന്നോട്ട് നടക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്. പാലും തേനും ഒഴുകുന്ന ദേശം, പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം, അബ്രഹാമിന് കൊടുത്തിട്ട് യാക്കോബിന് കൊടുത്തിട്ട് യാക്കോബ് അവിടെ നിന്ന് തിരിച്ച് ധാന്യം തേടി സ്വന്തം ദേശത്തിന്റെ അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മടങ്ങി മിസ്രൈമിലേക്ക് പോയിട്ട് വീണ്ടും ആ കനാൻ ദേശം തിരിച്ചു പിടിക്കാനുള്ള ഒരു യാത്രയിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞു, ഇത് ഭയങ്കരമാണ് അങ്ങോട്ടുള്ള യാത്ര, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. 10 പേര് വന്ന് ഈ അഭിപ്രായം പറഞ്ഞപ്പോ ജനത്തിന്റെ ഇടയിൽ വലിയ നിലവിളി ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു, അവിടെ ചെല്ലാനും ഒക്കാത്ത ഒരു സാഹചര്യം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറുകയും ചെയ്തു. അവിടെ എത്താൻ മേലാത്ത സാഹചര്യമാണെങ്കിൽ എന്തൊരു ഭയങ്കരമായിരിക്കും.
ഇതുപോലെയാണ് നമ്മൾ മിസ്രയീമിൽ നിന്ന് പോന്നു, ഇനി അങ്ങോട്ടില്ല, കനാൻ നാട്ടിലേക്ക് എത്താൻ നോക്കുന്നില്ല, ഒരു ത്രിശങ്കു സ്വർഗത്തിൽ എന്ന പോലെ അവർ എത്തി നിൽക്കുക. സ്വാഭാവികമായി ജനം പ്രതികരിച്ചു. ആദ്യം അവർ നിലവിളിച്ചു, അതിശക്തമായി നിലവിളിച്ചു. രണ്ടാമത് അവർ ചെയ്തത് മോശയ്ക്കും അഹറോനും എതിരായിട്ട് മാറി. മോശയ്ക്കും അഹറോനും എതിരായിട്ട് ജനം വളരെ ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങി. മിസ്രയീമിലെ സുഖങ്ങളെ കുറിച്ച്, ഇതിലും എത്രയോ ഭേദമായിരുന്നു മിസ്രയീം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ജനത്തിന്റെ ഇടയിൽ നിലവിളിയും പിറുപിറുപ്പും ഉണ്ടായപ്പോ 2 പേര്, 12-ൽ 2 പേര്, അതിലൊന്ന് യോശുവ, മറ്റൊന്ന് യെഫുന്നയുടെ മകനായ കാലേബ്, ഇവർ 2 പേരും എഴുന്നേറ്റിട്ട് മോശയുടെ മുമ്പാകെ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. യഹോവ നമ്മുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശമാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം അതാണ്. അബ്രഹാം മുതൽ ഇന്ന് വരെ നമ്മൾ എല്ലാവരും അറ്റുനോറ്റിരുന്നത് ആ ദേശം സ്വന്തമാക്കാനാ. അത് സ്വന്തമാകുന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവിടുത്തെ ജനം എങ്ങനെയുള്ളവരാണെങ്കിലും യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പോകാം മുൻപോട്ട്. ആ ദേശം നമുക്ക് കീഴടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ കാണുന്ന യോശുവയിലെ പ്രത്യേകത വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ്. കൂടാര ബന്ധം യോശുവായിക്ക് സമ്മാനിച്ചത് എന്താണെന്നറിയാമോ? അത് ഭൗതിക അനുഗ്രഹം മാത്രമല്ല, ലോക ജീവിതത്തെ വ്യത്യസ്തമായ ഒരു ദൃഷ്ടിയിൽ വീക്ഷിക്കുവാൻ. ആ ദൃഷ്ടിയുടെ പ്രത്യേകത അതൊരു ദൈവോന്മുഖമായ ദൃഷ്ടിയാണ്. ദൈവബന്ധത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് യോശുവയെ ഭരിച്ചത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഈ ജനം അഭ്യാസം തികഞ്ഞവരാണ്, അവർ കിരാതന്മാരാണ്, അവർ നരഭോജികളാണ്. പക്ഷെ നമുക്കുള്ള യോഗ്യത ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്ന കഥയാണല്ലോ. ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പീറപ്പയ്യൻ, ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന യാതൊരു യുദ്ധാഭ്യാസവും പരിചയമില്ലാത്ത ഒരു പീറച്ചക്കൻ ഗോലിയാത്തിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ എതിരിടുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവോന്മുഖമായ ഒരു വീക്ഷണം, കൂടാര ബന്ധം, ദേവാലയ ബന്ധം, ആരാധനയിലുള്ള പങ്കാളിത്തം നമുക്ക് സമ്മാനിക്കുന്നത് ജീവിതത്തെ ഒരു വ്യത്യസ്ത കോണിൽ നിന്നുകൊണ്ട് കാണുവാൻ നമുക്ക് കഴിയുന്നു. എല്ലാ മനുഷ്യരും നോക്കുന്നത് പോലെയല്ല ജീവിതത്തെ കാണുക. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയാണ് ഇവിടെ. ഒരു വലിയ ജനസമൂഹം, ഒരു വലിയ രാജ്യം, ഒരു വലിയ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന ഒരു ക്രൂഷ്യൽ ടൈം അത് വന്നു ചേരുമ്പോ, ഭൂരിപക്ഷം എന്ന് പറഞ്ഞ ബഹുഭൂരിപക്ഷം എതിരായി നിൽക്കുമ്പോൾ അനുകൂലമായി ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ മനോഭാവം തിരിച്ചറിഞ്ഞ് തമ്പുരാന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ദൈവം ഉപയോഗിക്കുന്ന ജീവിതങ്ങളാണവർ. പ്രിയപ്പെട്ടവരെ, കൂടാര ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട രണ്ടാമത്തെ അനുഗ്രഹം ഇതാണ്: ജീവിതത്തെ ദൈവോന്മുഖമായി കാണുക. വ്യക്തി ജീവിതത്തെ ദൈവബന്ധത്തിൽ മാത്രമേ നാം കാണാവൂ. നമ്മെക്കുറിച്ച് എന്റേത്, എനിക്കുള്ളത് എന്ന വീക്ഷണത്തിൽ നിന്ന് മാറി ദൈവബന്ധത്തിൽ ജീവിതത്തെ കാണുക. അവിടെ മാത്രമേ ഈ ജീവിതം ഉപയോഗിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ കുറെ നാള് തിന്ന്, കുറെ നാള് കുടിച്ച് ഈ ലോകത്തിൽ മണ്ണിൽ അവസാനിക്കുന്ന, യാതൊരു ഉപയോഗവുമില്ലാതെ അസ്തമിച്ചു പോയ ശവങ്ങളായിട്ട് ഞാനും നിങ്ങളും മാറും. ദൈവബന്ധത്തിൽ ജീവിതത്തെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉപയോഗിക്കപ്പെടുന്നത്. വിസ്തരിച്ച് പറയുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. 2, കുടുംബ ജീവിതത്തെ അതും ദൈവബന്ധത്തിൽ കാണുക. നമ്മളൊക്കെ കുടുംബജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രായോഗിക ബുദ്ധിയുടെയും പരിചയങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി അത് പാടില്ല. കാരണം ദൈവബന്ധത്തിൽ കുടുംബജീവിതത്തെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ കുടുംബജീവിതത്തെ വീക്ഷിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു വിവാഹം കഴിഞ്ഞ് 1.5 വർഷം മാത്രം ഒരുമിച്ച് ജീവിച്ച ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞാ, അവൾ എനിക്ക് യോജിച്ചതല്ല. 1.5 വർഷം ഒരുമിച്ചെന്ന് ഞാൻ പറഞ്ഞു. 1.5 വർഷം ആയി എന്നുള്ളതേ ഉള്ളൂ. ഒരുമിച്ച് ജീവിച്ചത് 6 മാസമാണ്. അവൾ എനിക്ക് യോജിക്കുന്നതല്ല. ഞാൻ ചോദിച്ചു, എല്ലാം ആലോചിച്ചിട്ടല്ലേ കല്യാണം കഴിച്ച്? അതെ, നോക്കാവുന്ന മേഖലകളൊക്കെ നോക്കി. പക്ഷേ വിവാഹത്തിന്റെ പൊരുത്തം എന്ന് പറയുന്നത് നോക്കാൻ മേലാത്ത ഒരു മേഖലയെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചുരണ്ടി നോക്കാൻ പറ്റാത്ത മേഖലയെ മാത്രം ആശ്രയിച്ചാണ് വിവാഹത്തിന്റെ പൊരുത്തം ഇരിക്കുന്നത്. നമുക്ക് പൊക്കം നോക്കാം, പ്രായം നോക്കാം, കുടുംബം നോക്കാം, സഭ നോക്കാം, വിദ്യാഭ്യാസം നോക്കാം, സാമ്പത്തികം നോക്കാം, പിന്നെ ചിലരോടൊക്കെ ഒന്ന് തിരക്കാം സ്വഭാവം എങ്ങനെയുണ്ടെന്ന്. പ്രിയപ്പെട്ടവര്, സ്വഭാവത്തിൽ നമുക്ക് ആർക്ക് ഗ്യാരണ്ടി പറയാൻ ഒക്കുന്നത്? ഒരു സിനിമ
ഡയലോഗ് കോട്ട് ചെയ്ത് നിങ്ങളോട് ക്ഷമിക്കണം. സിനിമ ഭ്രാന്തുണ്ടായിട്ടോ കാണുന്ന ആളായിട്ടോ അല്ല, എവിടെയോ കേട്ടവരുണ്ടോ മനസ്സിനെ വളരെ സ്വാധീനിച്ചുകൊണ്ട് മാത്രം പറയുക. ഒരു ഡയലോഗ് ഇങ്ങനെ കേട്ടു, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കുന്നില്ല എന്ന്. വളരെ ശരിയല്ലേ? ഞാൻ ആദ്യം ഒരു 14 വയസ്സിൽ എൻ്റെ സ്വഭാവം 18-ൽ 20-ലും മാറിയില്ലേ? 20-ലെ 25-ൽ മാറിയില്ലേ? വിവാഹത്തിന്റെ ആദ്യ നാളിൽ നല്ലതായിരുന്നതൊക്കെ ഇന്ന് ഏതവസ്ഥയിലാണെന്ന് ആലോചിച്ച മനസ്സിലാവില്ലേ? നമ്മൾ ആരോടെ സ്വഭാവത്തെ കുറിച്ച് തിരക്കുന്നത്? ചിലരൊക്കെ ഒന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ മുമ്പിൽ വരുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അച്ഛന്മാരെ വിഷമിപ്പിക്കരുത്. അച്ഛന്മാരോട് ആരോടും നിങ്ങൾ ചെറുക്കനെ പെണ്ണിനെ കുറിച്ച് തിരക്കരുത്. അവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ഇത് ചേരുവോ ചേരുകയല്ലയോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല സഹോദരങ്ങളെ. ഇത് കണ്ണുകെട്ടിയ ഒരു കളിയാണ്. പണ്ടൊരു കലം തല്ലിപ്പൊട്ടീരെന്ന് പറയുന്ന ഒരു പരിപാടി നാട്ടിലൊക്കെ ഓണത്തിന് നടത്തുമായിരുന്നു. കണ്ണ് കെട്ടുക, കലത്തിനിട്ട് അടിച്ചോളം പറയുക. അങ്ങനെ അടിച്ചു കിട്ടുന്നത് പോലെ ഉള്ളു കുടുംബജീവിതം. ഇത് നമ്മൾ ഒത്തിരി നോക്കിയൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇത് ശരിയാകുമെന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. നീ നിന്റെ അപ്പനെ തെരഞ്ഞെടുത്തതല്ലോ. എന്നിട്ട് നീ പറയുന്നത് എന്താ? എൻ്റെ അപ്പൻ, അയാളുടെ സ്വഭാവം എന്താണെങ്കിലും, അയാളുടെ നിറം എന്താണെങ്കിലും, അയാളുടെ കഴിവെന്താണെങ്കിലും, അയാളെ 10 പേരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാത്തതാണെങ്കിലും തമ്പുരാൻ വെച്ച് നീട്ടിയത് എൻ്റെ അപ്പൻ എന്നല്ല ഞാൻ പറയുന്നത്. അയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അമ്മയും അങ്ങനെ തന്നെ. ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു കേസാണ് മാതാപിതാക്കളുടേത്. ദൈവം വെച്ച് നീട്ടി ഞാൻ ഏറ്റെടുത്തു. കുടുംബജീവിതത്തെ ഈ നിലയിൽ വേണം നാം ദർശിക്കുവാൻ. ഭാര്യ ഭർത്തൃബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, ഇതിലൊക്കെ എന്തെങ്കിലും അഭിമാനിക്കാനുണ്ടോ എന്നുള്ളതല്ല, ഇതെങ്ങനെ കൊണ്ടു നടക്കാൻ ഒക്കും എന്നുള്ളതാണ് പ്രധാനമായും നമ്മുടെ വിഷയമാകേണ്ടത്. ദൈവോന്മുഖമല്ലാത്ത വീക്ഷണമാണെങ്കിൽ തുടർന്ന് ഒരൊറ്റ കുടുംബം പോലും നിലനിൽക്കുകയില്ല. പല കുടുംബങ്ങളും സഹോദരങ്ങളെ ഒത്തിരി വേദനകളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തെ ഓർത്ത് മാത്രം. പണ്ടത്തെ നമ്മുടെ ഒരു ഭാഷയായിരുന്നു, ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കാറില്ല. ദൈവത്തെ ഓർത്ത് ഇത് പറയാൻ നമുക്കിന്ന് സാധിക്കുന്നില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ ക്ഷമിക്കുകയാ, ദൈവത്തെ ഓർത്ത് ഞാൻ ഏറ്റെടുക്കുകയാ. നമ്മൾ ഇന്ന് പല്ലവി ഉപയോഗിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു പുതിയ വീക്ഷണം, വ്യത്യസ്തമായ വീക്ഷണം. നാം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളിലും വേണം ഈ ദൈവോന്മുഖമായ വീക്ഷണം. കിട്ടുന്ന ജോലി എന്തായിരുന്നാലും, കിട്ടുന്ന വേതനം എന്തായിരുന്നാലും തമ്പുരാന്റെ നിയോഗമായി ഒരു ദൈവിക ഭാവത്തോടെ അതിനെ കാണുമ്പോഴേ നമുക്കതിൽ നിന്ന് സംതൃപ്തി അനുഭവിക്കാനൊക്കെ ഉള്ളൂ. സാലറി അല്ല സംതൃപ്തി, കിട്ടുന്നത് എന്ത് എന്നുള്ളതല്ല, കൊടുക്കുന്നത് എന്ത് എന്നുള്ളതിൽ നിന്നാകണം സംതൃപ്തി ആർജിക്കേണ്ടത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. യേശുവിന്റെ വാക്കാണ്, യേശുവിന്റെ മനോഭാവമാണ്. സഹോദരങ്ങളെ, ഈ യോശുവയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ അവന്റെ വീക്ഷണം ഭൂരിപക്ഷത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. വ്യതിരിക്തമായ ഒരു വീക്ഷണമാണ് ദൈവബന്ധത്തിൽ നിന്ന് ഞാനും നിങ്ങൾ ആർജിക്കേണ്ടത്. എല്ലാ മനുഷ്യനും കാണുന്നത് പോലെ കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു ഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണത്തിലേക്ക്, ദൈവോന്മുഖമായ വീക്ഷണത്തിലേക്ക് നമുക്ക് വരാം. മൂന്നാമത് ഈ കൂടാര ബന്ധം യോശുവയ്ക്ക് പ്രദാനം ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ തന്നെയാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവ മോശയോട് പറഞ്ഞു, ജനത്തിന്റെ ഇടയിൽ വലിയൊരു കലഹമായി. ഒരു കൂട്ടര് ജനം മുഴുവൻ 10 പേരുടെ കൂടെയാണ്. ഇനി പോകണ്ട, അത്ര ഭയങ്കരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ട. ജനം ഒന്നടങ്കം പറഞ്ഞു. അപ്പോഴാണ് യോശുവയും കാലേബും മറ്റൊരു അഭിപ്രായവുമായിട്ട് എഴുന്നേൽക്കുന്നത്. ജനം അവരെ എറിയാൻ കല്ലെടുത്തു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ര ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. യഹോവ മോശയോട് പറഞ്ഞു, നമുക്ക് നിർത്താം ഈ ഡിസ്കഷൻ, നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ചില മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ, ഞങ്ങളൊക്കെ അധ്യക്ഷത വഹിക്കുന്ന മീറ്റിങ്ങുകളിൽ ഒരു കോലാഹലത്തിന്റെ ശൈലി വരുമ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് പോകുന്നത് പോലെ യഹോവ മോശയോട് പറഞ്ഞു, അവസാനിപ്പിക്കാൻ നമുക്ക് തീരുമാനം ഇനി അധ്യക്ഷന്റെയാണ്. എന്താ തമ്പുരാൻ പറഞ്ഞെന്നറിയാമോ? ജനം, മോശയോട് ദൈവം പറയുക, ജനത്തിന്റെ മനോഭാവം എനിക്കെതിരാണ്. ജനത്തിന്റെ മനോഭാവം നിനക്കെതിരെന്നല്ല, എനിക്കെതിരാണ്. അതുകൊണ്ട് ഈ ജനം എത്ര ദിവസം കനാൻ നാട് ഒറ്റുനോക്കാൻ എടുത്തോ അത്രയും വർഷം കനാൻ നാടിനെ ചുറ്റി, മരുഭൂമിയെ ചുറ്റി നടക്കുന്നതിനുള്ള ഒരവസരം ഞാൻ അവർക്കൊരുക്കുകയാണ്. നമ്മളെല്ലാവരും അറിയുന്നതാണ്, 40 വർഷം ഇസ്രായേൽ മരുഭൂമിയിലൂടെ നടന്നു. ഇതൊരു ശാപമാകട്ടോ, ഇത് ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണ്. കനാൻ നാട്ടിലേക്ക് വേഗത്തിൽ എത്താമായിരുന്നിട്ടും ജനം ദൈവത്തിന്റെ പദ്ധതിയെ അവിശ്വസിച്ചത് കൊണ്ട്
ദൈവത്തെ മറന്നതുകൊണ്ട്, പ്രായോഗിക ബുദ്ധിയിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ് 40 വർഷം മരുഭൂമിയെ ചുറ്റി നടക്കുവാനുള്ള. വെറുതെ ചുറ്റുകയാണ്. നമ്മൾ പറയല്ലേ ചിലരെ കുറിച്ച്, അവൻ ഒരു പണിയില്ല, കറങ്ങി നടക്കുവന്ന് എന്ന് പറഞ്ഞ പോലെ 40 വർഷം കറങ്ങി നടന്നു ഇസ്രായേൽ മരുഭൂമിയിലൂടെ. വ്യക്തി ജീവിതത്തിലും കറങ്ങി നടക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാ. ദൈവബന്ധം നഷ്ടപ്പെടുമ്പോ, ദൈവാശ്രയം നഷ്ടപ്പെടുമ്പോ നമ്മൾ കുറെ കറങ്ങും. കറങ്ങുന്നവരെല്ലാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, ലക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ ദൈവബന്ധത്തിലൂടെ അല്ലാതെ സാധ്യമാവുകയില്ല. ഇതാ 40 വർഷം നിങ്ങൾ ചുറ്റി നടക്കും. കനാൻ എത്തുവാൻ മരുഭൂമിയെ ചുറ്റി നടക്കേണ്ടി വരും. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊള്ളയായി പോകുമെന്ന്. ഈ കുഞ്ഞുങ്ങളല്ലാതെ നിങ്ങളിൽ ആരും, എന്റെ ദാസരായ യോശുവയും കാലേബും ഒഴികെ നിങ്ങളിൽ ആരും കനാൻ നാട്ടിൽ കാലുകുത്തുകയില്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മോശയ്ക്ക് നൽകപ്പെട്ടു. മോശയുടെ ചങ്കടച്ച് കാണും. എന്താ, 2 പേരെ കയറുള്ളൂ പറഞ്ഞപ്പോ ആരും ഔട്ടായി? മോശ ഔട്ടായി. മോശയോട് ദൈവം പറയുകയാണ്, കാലേബും യോശുവയും അല്ലാതെ വേറെ ആരും, ഈ കുഞ്ഞുങ്ങളും അല്ലാതെ വേറെ ആരും കനാൻ നാട്ടിലെ കാലുകുത്തുകയില്ല. എന്റെ വിഷയം യോശുവയ്ക്ക് കിട്ടിയ ഈ കൂടാര ബന്ധം, യോശുവയ്ക്ക് പ്രദാനം ചെയ്ത 3ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് കനാന്റെ സൗഭാഗ്യമാണ്. ഞാനിവിടെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുക. കൂടാര യോശുവ പ്രഭുക്കന്മാരുടെ ഗണത്തിലേക്ക് വന്നപ്പോ ഇസ്രായേലിൽ 6 ലക്ഷം വരുന്ന പുരുഷന്മാരിൽ നിന്ന് 12-ൽ 1 യോശുവ ഉയർത്തപ്പെട്ടു. 12 പേരെയാണ് തെരഞ്ഞെടുക്കപ്പെടുത്തത്. അതിൽ 6 ലക്ഷം വരുന്ന പുരുഷന്മാരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തപ്പോ 12-ൽ 1 യോശുവ മാറി. എന്നാൽ കനാൻ നാട്ടിലേക്ക് വന്നപ്പോ ഇസ്രായേലിലെ 6 ലക്ഷത്തിൽ നിന്ന് 2-ൽ 1 യോശുവ മാറി. ഇസ്രായേൽ ജനത്തിന്റെ ജനസഞ്ചയം, ഈ വലിയ ജനസഞ്ചയത്തിൽ നിന്ന് 2-ൽ 1 മാറുവാനുള്ള മഹാഭാഗ്യം യോശുവയ്ക്ക് ദൈവം തമ്പുരാൻ കൊടുത്തു. കൂടാര ബന്ധത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നാം ഒന്ന് ഓർക്കേണ്ടതാണ്. സഹോദരങ്ങളെ, എന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ യാത്ര എന്ന് പറയുന്നത് യോശുവയുടെ യാത്ര പോലെയല്ല, ഒരു കനാൻ തേടിയുള്ള ഒരു യാത്രയാണ്. കൂടാര ബന്ധത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ടത് കനാനിലെത്തും എന്നുള്ള സുനിശ്ചിതമായ ധാരണയാണ്. കനാനിലെത്തണം എന്നുള്ള സുനിശ്ചിതമായ ബോധ്യമാണ് കൂടാരവാസത്തിൽ നിന്ന് കൂടാര ബന്ധത്തിൽ നിന്ന് നാം ആർജിക്കേണ്ടത്. കാരണം സമാഗമന കൂടാരം ഒരിടത്ത് നാട്ടിയിരിക്കുക. ആ കൂടാരത്തോട് അടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് പൊളിയും. ഇത് പൊളിച്ച് ഇത് ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരിടത്ത് കൊണ്ട് നാട്ടേണ്ടി വരും. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നാട്ടി അവസാനം ഈ കൂടാരത്തോട് ചേർന്ന് ഞങ്ങളും കനാന്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് അവരുടെ സ്വപ്നം. അപ്പൊ കൂടാര ബന്ധം കനാനിൽ എത്തുവാനുള്ള ഒരു യാത്രയുടെ കരുത്ത് പ്രദാനം ചെയ്യുന്ന ദൈവബന്ധത്തിന്റെ അടയാളമായിരുന്നു കൂടാരം. അങ്ങനെ യോശുവയും കൂടാരവും, അല്ലെങ്കിൽ യോശുവയും സാക്ഷ്യപ്പെട്ടകവും ഒരുമിച്ച് കനാൻ നാട്ടിലേക്ക് കടന്നു. ഞാൻ ആ ഭാഗം, എന്റെ ഭാവനയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇവൻ കിടന്നുറങ്ങിയ, ഇവൻ ചേർന്ന് നിന്ന സാക്ഷിയും പെട്ടകത്തോട് ചേർന്ന് അവൻ യോർദാൻ കടന്നു. അവൻ കനാൻ നാട്ടിലെത്തി. വെറുതെ എത്തിയെന്നല്ല, മോശയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ നേതാവായി, ഇസ്രായേലിന്റെ നായകനായിട്ടാണ് യോശുവ കനാനിലേക്ക് കടന്നു ചെല്ലുക. എൻ്റെ നിങ്ങളുടെ ഈ കൂടാര ബന്ധം നമ്മളെ എത്തിക്കേണ്ടത് സ്വർഗീയ കനാനിലാണ്. എല്ലാ കൂടാര ബന്ധവും നമുക്ക് തരേണ്ട പ്രചോദനം, കനാനിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായ പ്രചോദനമാണ്. ഒത്തിരി ഈ ലോകത്തിൽ മന്ന കിട്ടും, ഈ ലോകത്തിൽ കാടപ്പക്ഷി കിട്ടും, ഈ ലോകത്തിൽ മാറയിലെ വെള്ളം മധുരമുള്ളതായി തീരും, ഈ ലോകത്ത് യോർദാൻ കടക്കും. ഇതൊക്കെ ഈ ലോകത്തിൽ വരികയും പോകുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിനു വേണ്ടി ഒന്നുമല്ല കൂടാരബന്ധം, മറിച്ച് കൂടാരബന്ധം നിത്യതയുടെ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള ഒരവസരമാണ്. പ്രിയപ്പെട്ടവരെ, കനാൻ നാടിന്റെ സൗഭാഗ്യത്തിലേക്ക് യോശുവ ഉയർത്തപ്പെടുകയാണ്, യോശുവ പ്രവേശിക്കുകയാണ്. 3ാമതായി നാം കാണുന്നത്. 4ാമത് യോശുവയ്ക്ക് കൂടാര ബന്ധം പ്രദാനം ചെയ്ത അനുഗ്രഹം, അത് നാം കാണുന്നത് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. യോശുവ പ്രായമായി, കണ്ണ് കാണാൻ മേലാത്ത എന്ന് പറഞ്ഞ അത്രമാത്രം പ്രായാധിക്യത്തിലായി നിൽക്കുന്ന യോശുവ ജനത്തോട് നടത്തുന്ന സുദീർഘമായ ഒരു പ്രസംഗമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം. ഞങ്ങൾ പ്രസംഗിക്കുന്നവരൊക്കെ അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന വേദപുസ്തകത്തിലെ ചില പ്രസംഗങ്ങളിൽ ഒന്നാണ് യോശുവയുടെ പ്രസംഗം.
എല്ലാവർക്കും അറിയുന്നത് നല്ലതാണ്, പ്രസംഗിക്കുന്നവരെന്ന് ഞാൻ എന്നെക്കുറിച്ചങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. യോശുവയുടെ പ്രസംഗത്തിൽ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ, നമ്മളൊക്കെ പണ്ടത്തെ വീട്ടില്, ഇന്നിപ്പോ പുതിയ വീടാ, പണ്ടത്തെ വീടിന്റെ ഭിത്തിയെ തൂക്കിയിട്ടിരുന്നൊരു ബോർഡുണ്ട്. വീട് പൊളിച്ചു കൊടുത്തപ്പോൾ നമ്മൾ അതും കളഞ്ഞു. കാരണം പുതിയ വീടിന്റെ ബോർഡൊക്കെ ഒരു ഭംഗികേടാണ്. ഫോട്ടോ, വല്യപ്പന്റെ ഫോട്ടോയും പിതാക്കന്മാരുടെ എല്ലാ ഫോട്ടോയും നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, അച്ഛൻ ഇത് എവിടെ കൊണ്ടുവെക്കും? പള്ളിയിലോട്ട് ഇപ്പോൾ ഫോട്ടോ കൊടുത്തു വിടുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈയിടെ എനിക്ക് അങ്ങനെ 1-2 നല്ല ഫോട്ടോ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറടക്കത്തിന് അന്ന് പത്രത്തിൽ വന്ന ഫോട്ടോ അതുപോലെ ഒരാൾ എനിക്കുണ്ട്. അത് അവര് ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അത് അതുപോലെ കൊണ്ട് തന്നു. എനിക്ക് അതൊരു നേട്ടമായിട്ട് തോന്നി. പിന്നെ എവിടെ ഉൾക്കൊള്ളാൻ വരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യാറുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭിത്തിയെ തൂക്കിയിട്ടിരുന്ന ഒരു ബോർഡാണ് 24-15. എന്താ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മളിത് പലപ്പോഴും കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ വാക്യത്തെക്കുറിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കുടുംബം എന്ന് പറയുന്നതിന്റെ മഹത്വം പ്രകടിപ്പിക്കും. ഒരു ഗ്രഹനാഥന്റെ ആ ധൈര്യത്തോടെയുള്ള ഒരു വാചകം, ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ കുടുംബം നിൽക്കും, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും, അങ്ങനെ ഈ കുടുംബവും ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്ന് പറയുന്ന ധീരമായ ആത്മീക ശൈലി. പ്രിയപ്പെട്ടവർ, എന്നാൽ അതിൽ നിന്നും കുറെ കൂടെ വ്യത്യസ്തമാണ് ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം. ഇസ്രായേൽ കനാൻ നാട്ടിലെത്തി. കനാൻ നാട്ടിൽ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അവരുടെ കൃഷിയിൽ നിന്ന് ഫലം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ മന്ന നിന്നുപോയി. അതുവരെ ആര് കൂടെ ഉണ്ടായിരുന്നു? ആളൊന്ന് കിടങ്ങഴി പിറക്കിക്കോളാൻ പറഞ്ഞ് യഹോവ കൽപ്പിച്ച് നൽകിയ മന്ന കനാൻ നാട്ടിൽ എത്തിയിട്ട് തീർന്നില്ല. കനാൻ നാട്ടിലെ വിളവ് അവരെടുക്കാൻ തുടങ്ങിയപ്പോൾ മന്ന നിന്നുപോയി. ഇത് വേദപുസ്തകത്തിന്റെ ഭാഷ്യമാണ്. മന്ന നിന്നു, വിളവെടുത്ത് ഉപജീവിക്കാൻ തുടങ്ങി. യോശുവ ആദ്യം നേരിട്ട ഒരു പ്രതിസന്ധി കനാൻ നാട്ടിലെ വസ്തുവകകൾ വീതം വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങൾക്കറിയാം, 2 മക്കളുള്ളിടത്ത് അല്പം സ്വത്ത് വീതം വെച്ചാൽ വരുന്ന ഗതികേട്. വീതം വെക്കുന്നതോടുകൂടെ വീതം വെക്കപ്പെടുന്നവർ ഒഴിവാക്കപ്പെടുന്നതാണ് ആധുനിക സംസ്കാരം. ഇവിടെ യോശുവയുടെ മുമ്പിലുള്ള കീറാമുട്ടി ഇസ്രായേലിന്റെ 12 ഗോത്രത്തിന്, 12-ൽ ഒരുത്തർക്ക് വീതമില്ല. ലേവി ഗോത്രത്തിന്, പൗരോഹിത്യ ഗോത്രത്തിന് അവകാശങ്ങളൊന്നുമില്ല. എന്നാൽ ബാക്കി 11 ഗോത്രത്തിനും യോശുവ വീതം വെച്ച് കൊടുത്തു. ഒരു വിധത്തിൽ അതൊക്കെ തീർന്നു. ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ചെയ്തു തുടങ്ങിയപ്പോഴാണ് അവർക്ക് ചില പ്രായോഗിക വശങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നത്. എന്താണത്? അവര് ചിന്തിച്ചു, ഞങ്ങൾ നദിക്കക്കരെ ആയിരുന്നപ്പോ അവിടെ ഹിത്യരുണ്ട്, യബൂസ്യരുണ്ട്, ഫെലിസ്ത്യരുണ്ട്, അമോന്യരുണ്ട്, ഇങ്ങനെ പല ജാതികളുണ്ട്. അവർക്കൊക്കെ അവരുടേതായ ആവശ്യങ്ങൾക്ക് ഓരോ ദൈവങ്ങളുമുണ്ട്. മഴയ്ക്കൊരു ദൈവം, വിളവിനൊരു ദൈവം, വെയിലിനൊരു ദൈവം. കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ, കൃഷിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ നദിക്കക്കരയ്ക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്തു. ശരീരം കൊണ്ട് കനാൻ നാട്ടിലും, മനസ്സുകൊണ്ട് മരുഭൂമിയിലും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അവിഹിതമായ, അതിന് വ്യഭിചാരം എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളിലെല്ലാം വ്യഭിചാരം എന്ന പദം ഉപയോഗിക്കുന്നത് സ്വന്തം ദൈവത്തെ വിട്ടിട്ട്, സ്വന്തം സമൂഹത്തെ മറന്നിട്ട് അന്യബന്ധത്തിനും അന്യ ആരാധനയ്ക്കും പോകുന്നതിനാണ് പ്രത്യേകിച്ച് പ്രവാചകന്മാര് വ്യഭിചാരം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്, പരസംഗം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ മനസ്സുകൊണ്ട് നദിക്കക്കരയ്ക്ക് യാത്രയായി. സഹോദരങ്ങളെ, തമ്പുരാൻ വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ നിന്നുകൊണ്ട് എന്തൊരു വൈരുദ്ധ്യമാണ്! ഇതിനു മുമ്പൊക്കെ ഇവന്മാർ പറഞ്ഞത് നമുക്ക് സമ്മതിക്കായിരുന്നു. കാരണം കനാനിൽ എത്തിയിട്ടില്ല. മരുഭൂമിയുടെ ദുരിതങ്ങൾക്ക് നടുവിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പൊ പറയുന്നത് പോലെ നിലവിളിച്ചു പോകുമ്പോൾ അല്പം പരിഭവങ്ങളോ പിറുവിറുപ്പുകളോ എതിർപ്പുകളോ ദൈവത്തെ ദുഷിച്ചു പറയുന്ന ഭാവങ്ങളോ ഒക്കെ ഉണ്ടായാലും പോട്ടെ, പാവം ജനമല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ക്ഷമിക്കായിരുന്നു. പക്ഷെ ഇപ്പോ ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിൽ നിന്നുകൊണ്ട് അവർ മനസ്സുകൊണ്ട് നദിക്കക്കരയ്ക്ക് യാത്ര ചെയ്തു. അവർ ആ ദൈവങ്ങളെ വിളിക്കാൻ തുടങ്ങി. അവരുടെ കർഷക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി. വേറെ സർവീസ് ഒന്നും ഇല്ലല്ലോ. ആകെയുള്ള സർവീസ് കൃഷിയാണ്, ആകെയുള്ള സേവനം കൃഷിയാണ്. അത് മാത്രമേ ഉള്ളൂ. അവന്റെ എല്ലാ പ്രതീക്ഷയും, എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ അന്യ ദൈവങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി. ഈ സമയത്താണ് യോശുവ സംസാരിക്കുന്നത്. എന്താ യോശുവ പറഞ്ഞതെന്നറിയാമോ? നദിക്കക്കര വെച്ച് നിങ്ങൾ പരിചയപ്പെട്ട ദൈവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് നിങ്ങളുടെ യഹോവയെ താരതമ്യപ്പെടുത്താൻ ഒക്കുമോ? മിസ്രൈമിൽ നിന്ന് വിടുവിച്ച,
മരുഭൂമിയിലൂടെ നടത്തിയ കനാൻ നാട്ടിലെത്തിച്ച ദൈവത്തെക്കുറിച്ച് സവിസ്തരമായിട്ട് യോശുവ പ്രതിപാദിച്ചു. ആ രാജാക്കന്മാരുടെ ഒക്കെ വാളിന്റെ വായ്ത്തലക്കിൽ നിന്ന് ജനത്തെ വിടുവിച്ചത് ചരിത്രവും യോശുവ വിശദീകരിച്ചു. എന്നിട്ട് അവസാനം യോശുവ പറഞ്ഞു, യഹോവയേക്കാൾ കൊള്ളാവുന്ന ഏതെങ്കിലും ദൈവം നിങ്ങൾ പരിചയപ്പെട്ട ദേശത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. നിങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതാണ് യോശുവ പറഞ്ഞ വാക്കിന്റെ പശ്ചാത്തലം. നിങ്ങൾ ഏത് ദൈവത്തെ തിരഞ്ഞെടുത്താലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. സഹോദരങ്ങളെ, കൂടാര ബന്ധത്തിൽ ബാല്യകാലത്ത് തുടങ്ങിയ ഒരു ശൈലി വാർദ്ധക്യത്തിലും യോശുവയിൽ എത്ര ശക്തമായി പച്ച പിടിച്ച് നിൽക്കുന്നു. പലപ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോൾ, ഇവിടെ ഉള്ള പുരുഷന്മാർ എന്നോട് ക്ഷമിക്കണം, വാർദ്ധക്യത്തിലെത്തുമ്പോൾ പൗരുഷം എപ്പോഴും ധൈര്യവും തൻ്റെ ഉള്ളതാണെങ്കിലും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ശേഷിയൊക്കെ ഒരു പരിധി വരെ നഷ്ടമാകും. അവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീയുടെ കരുത്താണ് നിലനിൽക്കുന്നത്. കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പോലും പെൻഷൻ മേടിച്ചു കഴിയുമ്പോൾ ആരുടെ കൊണ്ട് കൊടുക്കും? ഭാര്യയുടെ കൈ. എന്നിട്ട് അതിൽ നിന്നൊരു 100 രൂപ ചോദിക്കുന്നതാണ് പലയിടത്തെ. അതൊരു തെറ്റൊന്നുമല്ല. ഇന്ന് നാളെ ചെന്നിട്ട് അത് തിരുത്തി വെറുതെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഈ വാർദ്ധക്യം അങ്ങനെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാവോ, വേദപുസ്തകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ളവനായിരുന്നു ശലോമോൻ. മഹാജ്ഞാനിയായ ശലോമോൻ. യൗവനത്തിൽ ആരായിരുന്നു ശലോമോൻ? ശലോമോന്റെ കരുത്ത് എന്തായിരുന്നു? ശലോമോന്റെ ദൈവബന്ധം എന്തായിരുന്നു? ശലോമോന്റെ ജ്ഞാനം എന്തായിരുന്നു? ശലോമോന്റെ അധ്വാന മേഖലകൾ എത്ര വിസ്തൃതിയുള്ളതായിരുന്നു? എവിടെയെങ്കിലും ഒരു പോരായ്മ പറയാനുണ്ടോ? ഒരു പോരായ്മയും ഇല്ലാതെ തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച ശലോമോൻ വാർദ്ധക്യത്തിലായപ്പോ എന്താ ചെയ്തതെന്നറിയാമോ? യഹോവയുടെ ആലയത്തിലെ അല്ലെങ്കിൽ അവന്റെ ജ്ഞാനം കൊണ്ട് അവൻ സമ്പാദിച്ച ധനം, അല്ലെങ്കിൽ അവന്റെ ഖജനാവിൽ വന്നു വീണ ധനം, അതിൽ നിന്നാണ് അവൻ യഹോവയ്ക്ക് ആലയം പണിതത്. അതിൽ നിന്നാണ് അവൻ സ്വന്തം അരമന പണിതത്. ഇത് രണ്ടും തെറ്റല്ല. യഹോവയ്ക്ക് ആലയം പണിയാൻ ഏത് ഖജനാവിൽ നിന്നാണോ അവൻ ധനം ഉപയോഗിച്ചത്, അതേ ഖജനാവിൽ നിന്നെടുത്ത ധനം കൊണ്ട് അവൻ അന്യദൈവങ്ങൾക്ക്, ഒന്നിനും രണ്ടിനുമല്ല, അവന്റെ ഭാര്യമാരെല്ലാവരും തന്നെ അന്യദൈവ ആരാധകരായിരുന്നു. അവർ ഓരോരുത്തരും നിർബന്ധിച്ചതിനനുസരിച്ച് അവൻ അന്യദൈവങ്ങൾക്ക് പള്ളി പണിയാൻ കാശ് കൊടുത്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ ശലോമോന്റെ ഒരു മുഖം മാത്രമേ ഉയർത്തിക്കാട്ടാറുള്ളൂ. വാർദ്ധക്യത്തിന്റെ ബലഹീനത ശലോമോനെ പിടികൂടിയപ്പോൾ, വാർദ്ധക്യത്തിന്റെ ക്ഷീണം അവന്റെ മനസ്സിന്റെ കരുത്തിനെ ചോർത്തിക്കളഞ്ഞപ്പോൾ, ഭാര്യമാരുടെ സ്വാധീനത്തിന് ആദ്യകാലത്ത് ഈ ഭാര്യമാര് കൊള്ളായിരുന്നു. എന്താണെന്നറിയോ? ശലോമോന് കരുത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവൻ അന്യദൈവ ആരാധകരായിരിക്കുന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരുടെ പുത്രിമാരെയും പ്രിയപ്പെട്ടവരെയും ഭാര്യമാരായിട്ടെടുത്തപ്പോൾ ശലോമോൻ കരുത്തുള്ള ആളായിരുന്നത് കൊണ്ട് ഭാര്യമാർ അനങ്ങിയില്ല. അന്ന് ഈ കരുത്തുകൊണ്ട് ശലോമോന് വേറൊരു പ്രയോജനം ഉണ്ടായി. ഒറ്റ രാജ്യത്തിൽ നിന്ന് ശലോമോന് യുദ്ധം നേരിടേണ്ടി വന്നില്ല. ശലോമോൻ ദാവീദിന്റെ കാലം മുഴുവൻ യുദ്ധമായിരുന്നെങ്കിൽ ശലോമോന്റെ കാലത്ത് ഒറ്റ യുദ്ധം ഉണ്ടായില്ല. അതുകൊണ്ട് സുഖമായിട്ട് പള്ളി പണിയാനും അരമന പണിയാനും ഒക്കെ ശലോമോന് സാധിച്ചു. എന്നാൽ അതിന്റെ ഭവിഷ്യത്ത് ശലോമോൻ അറിയുന്നത് വാർദ്ധക്യത്തിലാണ്. സഹോദരങ്ങളെ, സ്റ്റേണല്ലാത്ത ഒരു മനസ്സ് ബാല്യത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ യോശുവയിൽ നാം കാണുന്നത് ഒരുപോലെയാണ്. യോശുവയുടെ മനോഭാവം ദൈവബന്ധത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ. ആരാ കനാലിൽ പോകുന്നത്, ആരാ സ്വർഗത്തിൽ പോകുന്നെന്ന് ചോദിച്ചാൽ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഒരുപോലെ ദൈവബന്ധം സൂക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നവർക്കുള്ളതാണ് ഇതിന് ശേഷമുള്ള സ്വർഗീയ കനാൻ. അവിടെ ശലോമോൻ ചേർത്ത് പറയുന്ന ഒരു വാക്യവും മുമ്പ് പറഞ്ഞതുപോലെ ശ്രദ്ധേയമാണ്. ശലോമോൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ വീട്ടുകാരെങ്കിലും ഉണ്ടാകും. എൻ്റെ കൂടെ എൻ്റെ വീട്ടുകാരെങ്കിലും ഉണ്ടാകും. ആരെ സേവിക്കാൻ? 6 ലക്ഷം പേരെ നദി കടത്തിയിട്ട്, യോർദാനിലും അനേക ലക്ഷങ്ങളെ കടത്തിയിട്ട് ദൈവത്തെ സേവിക്കുവാൻ വേറെ ആരും ഇല്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു ബോധ്യം കൂടെ അവിടെയുണ്ട്. നാം കേട്ടിട്ടുള്ളത് പോലെ ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ കുടുംബം നിൽക്കും എന്നൊരു ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ കനാനിലേക്ക് യോശുവയും അവന്റെ കുടുംബവും പ്രവേശിക്കുകയാണ്. യോശുവയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യോശുവയും അവന്റെ കുടുംബവും കനാന്റെ അനുഭവത്തിലേക്ക് വരികയാണ്. സ്വർഗീയ സന്തോഷത്തിലേക്ക് യോശുവ കുടുംബസമേതനായിട്ടാണ് കടന്നു വരുന്നത്. ആ ഭാഗ്യം അനുഭവിക്കാൻ കുടുംബമായിട്ട് അവന് ദൈവം അവസരവും അതിനുള്ള സാഹചര്യങ്ങൾ കൊടുത്തു. ദൈവത്തിൻ്റെ കൃപ ആ നിലയിൽ യോശുവയെ ഉയർത്തി.
കൂടാരബന്ധം നമുക്ക് തരുന്ന 4 അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ഈ ലോകപ്രകാരമുള്ള ഉയർച്ച, പുരോഗതി. 2, ഒരു വ്യത്യസ്തമായ വീക്ഷണം. ദൈവബന്ധത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും മുന്നോട്ട് പോകുവാനും ഈ ജീവിതം ഒരിടത്തും പരാജയപ്പെടാത്ത നിലയിൽ കൊണ്ടു നടക്കാനുമുള്ള കരുത്ത്. 3, നാം കണ്ടത് ഈ സ്വർഗീയ കനാനിൽ അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരുവാനായിട്ടുള്ള മഹാഭാഗ്യം. 4, തൻ്റെ ധീരമായിരിക്കുന്ന തീരുമാനം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തോട് ചേർന്ന് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള മഹാഭാഗ്യം. കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, കുടുംബം അനുഗ്രഹിക്കപ്പെടാനുള്ളത് ചെയ്യുകയാണ് വേണ്ടത്. ഈ ലോകത്തിൽ പുരോഗതി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, പുരോഗതി ഉണ്ടാകാനുള്ളത് ചെയ്യുകയാണ് വേണ്ടത്. കർമ്മങ്ങൾക്കനുസരിച്ച് പ്രിയപ്പെട്ടവരെ തമ്പുരാൻ അനുഗ്രഹിക്കും നിശ്ചയമായി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രാർത്ഥന ഇനി പ്രവർത്തനമായിട്ട് മാറണം. പ്രാർത്ഥന എന്ന് ഞാൻ പറയുമ്പോൾ ആരാധനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാധനയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഓരോ വിഷയാസ്പദമായിരിക്കുന്ന പ്രാർത്ഥനാ ഭാവങ്ങളെ പ്രവൃത്തിയുടെ ഭാവമാക്കി മാറ്റിയാൽ തീർച്ചയായും അത് പുരോഗതിക്കും നന്മയ്ക്കുമായിട്ട് തീരും. നൂന്റെ മകൻ യോശുവ കൂടാരത്തെ വിട്ടുപിരിയാതിരിക്കുന്ന ആ മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കട്ടെ. കൂടാരത്തോട് ചേരുവാനുള്ള അഭിനിവേശം. കൂടാരം അധികാരം സ്ഥാപിക്കാനുള്ള സ്ഥലമല്ല, കൂടാരം നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള സ്ഥലമല്ല, കൂടാരം സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള സ്ഥലമല്ല, കൂടാരം മറ്റേതെങ്കിലും ഭൗമികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന സ്ഥാനവുമല്ല. നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം നാം കൂടാരത്തെ സമീപിക്കുമെങ്കിൽ സഹോദരങ്ങളെ, ദേവാലയം ഒരു അനുഗ്രഹത്തിന്റെ കേദാരമായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് അത് സാധിക്കാത്തത് കൊണ്ടാണ് അതിന് പുറത്ത് മറ്റന്വേഷണങ്ങൾക്ക് പല ആളുകളും മുതിരുന്നത്. ഞാൻ അതിന്റെ വിമർശനാത്മകതയിലേക്ക് കടക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടാരം അനുഗ്രഹത്തിന് കാരണമാകണം. എങ്ങനെ നാം പള്ളിയെ സമീപിക്കുന്നു, ദൈവത്തെ സമീപിക്കുന്നു, ദൈവകാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അനുഗ്രഹമോ ശാപമോ തീരുമാനിക്കപ്പെടുന്നത്. നമുക്ക് ഉറപ്പാക്കാം, യോശുവയെ പോലെ ഒരു കൂടാര ബന്ധം, ശുശ്രൂഷ മനോഭാവമുള്ള ഒരു കൂടാര ബന്ധം. ഞാനൊരു വൈദികനാണ്, വൈദിക സ്ഥാനത്ത് നിന്നുകൊണ്ടും പറയുമ്പോൾ അധികാര മനോഭാവത്തിന്റെ കൂടാര ബന്ധമല്ല, അവകാശ ബോധത്തിന്റെ കൂടാര ബന്ധമല്ല, മറിച്ച് ഒരു നിസ്വാർത്ഥ ശുശ്രൂഷയുടെ എത്ര വേണമെങ്കിലും താഴാൻ, എത്ര കുനിഞ്ഞും പ്രവർത്തിക്കുവാൻ, എന്തു വേണമെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ ചെയ്യുന്നതല്ല മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവാൻ തിരുവചനം പറയുന്നത് പോലെ തമ്പുരാന് വേണ്ടി കുനിഞ്ഞു ചെയ്യുവാൻ നമ്മുടെ ഇന്ന് പല പള്ളിയിലും ജോലിക്കാരെ ആക്കിയിട്ടുണ്ട്. അതിശയമായി അവർക്കൊരു ജോലി കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്, അവരുടെ പണിയാണ് അതെല്ലാം എന്ന് വിചാരിക്കുന്നതിനപ്പുറം കുനിഞ്ഞ് കൂടാര ശുശ്രൂഷ ചെയ്യുവാനുള്ള മനോഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടായാൽ അത് നിസ്വാർത്ഥമാണെങ്കിൽ അത് കുടുംബത്തിന്റെ, വ്യക്തിജീവിതത്തിന്റെ, കുടുംബജീവിത അനുഗ്രഹത്തിന് കാരണമാകും. ഭൗതിക പുരോഗതി അത് സാധ്യമാകും ഈ ശുശ്രൂഷയിലൂടെ. 2, മാറിയ കാഴ്ചപ്പാടിലേക്ക് അത് നമ്മെ ഉയർത്തും. 3, അത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത്, താൽക്കാലിക ലക്ഷ്യങ്ങളും നിത്യമായ ലക്ഷ്യങ്ങളും നമുക്കുണ്ട്. താൽക്കാലിക ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നതും നിത്യലക്ഷ്യത്തിൽ എത്തിക്കുന്നതുമായി തീരും ഈ കൂടാരത്തോടുള്ള ആഭിമുഖ്യം. അത് നമ്മളെ സുസ്ഥിരമായ ഒരു കുടുംബത്തെ ദൈവസന്നിധിയിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്ന ദൈവികമായിരിക്കുന്ന യോഗ്യതയിലേക്ക് ഉയർത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ധന്യമായ ജീവിതത്തിന്റെ മാതൃകകൾ ഈ നോമ്പിലേക്കുള്ള പ്രവേശനത്തിൽ ഒരു ആവേശമായി ഏറ്റെടുത്ത ജീവിതത്തിൽ നിലനിർത്തുവാൻ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അഭിമന്യ തിരുമേനിയുടെയും ഇത്രയും ബഹുമാന്യരായ വൈദികരുടെയും സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഈ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദ തിരുമേനി എന്നൊരു സെഷനെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും സാന്നിധ്യമുണ്ടും പ്രാർത്ഥന കൊണ്ടും ധീരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് കൺവെൻഷന് വേണ്ടി അറിയിക്കുന്നു. യോശുവയുടെ ജീവിതത്തിൽ യഹോവയുടെ കൂടാരത്തിലെ വാസം അവൻ ഉളവാക്കിയ 4 വ്യത്യസ്തമായ ചിന്തകളും ആത്മീയ വളർച്ചകളെയും അടിസ്ഥാനമാക്കി സ്വർഗ്ഗനാ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വിശ്വാസി, ലക്ഷ്യബോധമുള്ളവനും ജീവിത മനോഭാവങ്ങൾ മാറ്റമുള്ളവനും കുടുംബമായ യഹോവയെ സേവിക്കുന്നവനുമായി കനാനിലേക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ
നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ സന്ദേശം ഈ രാത്രി നൽകിയ ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനോട് പ്രത്യേകമായ നന്ദി കൺവെൻഷൻ ഈ സമയത്ത് അറിയിക്കുന്നു.